നമസ്സർവേഭ്യഃ. ഇന്ന് നമ്മൾ അർജുന വിഷാദ യോഗത്തിലെ 10ാമത്തെ ശ്ലോകമാണ് നോക്കുന്നത്. ഈ ശ്ലോകത്തിൽ ദുര്യോധനൻ തന്റെ സൈന്യത്തെയും പാണ്ഡവ സൈന്യത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. രണ്ട് പക്ഷത്തെയും പ്രധാന യോദ്ധാക്കളെ പരിചയപ്പെടുത്തിയ ശേഷം ദുര്യോധനൻ തന്റെ സൈന്യത്തിന്റെ ശക്തിയെക്കുറിച്ചും പാണ്ഡവ സൈന്യത്തിന്റെ അവസ്ഥയെക്കുറിച്ചും തന്റെ നിഗമനം അറിയിക്കുന്നു. തന്റെ പക്ഷത്തിനാണ് വിജയസാധ്യത കൂടുതലെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഈ ശ്ലോകത്തിൽ കാണാം. നമുക്ക് ആദ്യം ശ്ലോകം കേൾക്കാം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. വരികളുടെ അർത്ഥം നോക്കാം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. അപര്യാപ്തം അളക്കാനാവാത്തത്, അപരിമിതമായത് അല്ലെങ്കിൽ തോൽപ്പിക്കാൻ കഴിയാത്തത്. തത് അത്, അസ്മാകം നമ്മുടെ, ബലം സൈന്യം, അതായത് നമ്മുടെ സൈന്യം അല്ലെങ്കിൽ നമ്മുടെ ശക്തി, ഭീഷ്മ അഭിരക്ഷിതം ഭീഷ്മരാൽ സംരക്ഷിക്കപ്പെട്ടത്. ഭീഷ്മ പിതാമഹനാൽ സംരക്ഷിക്കപ്പെട്ട നമ്മുടെ സൈന്യം അളക്കാനാവാത്തതും അതിശക്തവുമാണെന്നാണ് ദുര്യോധനൻ ഇവിടെ പറയുന്നത്. പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. പര്യാപ്തം പര്യാപ്തം എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം പരിമിതമായത് അല്ലെങ്കിൽ എളുപ്പത്തിൽ ജയിക്കാവുന്നതാണ്. എന്നാൽ ഇതം ഈ ഏതേഷാം ഇവരുടെ, അതായത് പാണ്ഡവരുടെ, ഭീമ അഭിരക്ഷിതം ഭീമനാൽ സംരക്ഷിക്കപ്പെട്ടത്. എന്നാൽ ഭീമനാൽ സംരക്ഷിക്കപ്പെട്ട പാണ്ഡവരുടെ ഈ സൈന്യം പരിമിതവും, അതായത് നമുക്ക് ജയിക്കാവുന്നതും മാത്രമാണ് എന്ന് ദുര്യോധനൻ ഇവിടെ പറയുന്നു. മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. ഭീഷ്മരാൽ നിയന്ത്രിക്കപ്പെടുന്ന നമ്മുടെ സൈന്യബലം അപരിമിതമാണ്. എന്നാൽ ഭീമനാൽ സംരക്ഷിക്കപ്പെടുന്ന പാണ്ഡവരുടെ സൈന്യം താരതമ്യേന പരിമിതമാണ്. ഇവിടെ ദുര്യോധനൻ സൈന്യത്തിന്റെ എണ്ണത്തെയും നായകന്മാരുടെ അനുഭവ സമ്പത്തിനെയുമാണ് താരതമ്യം ചെയ്യുന്നത്. കൗരവർക്ക് 11 അക്ഷൗഹിണിപ്പടയും പാണ്ഡവർക്ക് 7 അക്ഷൗഹിണിപ്പടയുമാണ് ഉണ്ടായിരുന്നത്. ഭീഷ്മരെ പോലൊരു മഹായോദ്ധാവ് കൂടെയുള്ളപ്പോൾ വിജയം ഉറപ്പാണെന്ന് ദുര്യോധനൻ സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും ഭീമന്റെ പേര് എടുത്തു പറയുന്നതിലൂടെ ഭീമനോടുള്ളവന്റെ ഭയവും ഈ ശ്ലോകത്തിൽ നിഴലിക്കുന്നുണ്ട്. ജീവിതപാഠം: പുറമേയുള്ള പകിട്ടും കണക്കുകളും നോക്കി മാത്രം വിജയം ഉറപ്പിക്കരുത്. ധർമ്മം ആരുടെ പക്ഷത്താണോ അവരായിരിക്കും അന്തിമ വിജയികൾ. അഹങ്കാരം പലപ്പോഴും ശരിയായ കാഴ്ചപ്പാടിനെ മറയ്ക്കും. ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. തന്റെ സൈന്യത്തിനാണ് മുൻതൂക്കം എന്ന് ദുര്യോധനൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവന്റെ വാക്കുകളിൽ ഒരുതരം ആത്മവിശ്വാസമില്ലായ്മ പ്രകടമാണ്. തന്റെ സൈന്യത്തിലെ ഓരോ യോദ്ധാവിനോടും അദ്ദേഹം എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. ധന്യവാദ. ഹരേ കൃഷ്ണ.